നമസ്കാരം. ഞാൻ ഡോക്ടർ റേച്ചൽ ഉമ്മൻ, കൺസൾട്ടൻറ്റ് റുമറ്റോളജിസ്റ്റ്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. വാദം ഒരു രോഗമല്ല. വാദം ജസ്റ്റ് ഒരു സിംറ്റമാണ്. നമുക്ക് ഒരു യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകുന്നത് പനിയായിട്ടാണ്. സോ പനി ഒരു അസുഖം അല്ലല്ലോ. അതുപോലെ വാദം ജസ്റ്റ് ഒരു സിംറ്റമാണ്, വേറെ ഒരു വലിയ അസുഖത്തിൻ്റെ ഒരു സിംറ്റമായിട്ട്. സോ വാദം എന്ന് പറയുമ്പോൾ എന്തുവാ, നമുക്ക് സന്ധികളിൽ വരുന്ന നീർവീക്കം നമ്മൾ വാദം എന്ന് പറയുന്നത്. സോ ഈ വാദം നമ്മൾ റുമറ്റോളജിസ്റ്റായിട്ട് അത് ഡിവൈഡ് ചെയ്യും. നമുക്ക് ഇൻഫ്ലമേറ്ററി ആയിട്ട് വരുന്ന വാദം അല്ലെങ്കിൽ ഡീജനറേറ്റീവ്. സോ ഈ ഡീജനറേറ്റീവ് എന്ന് പറയുന്ന കോമൺലി നമ്മളെല്ലാം പറയുന്ന തേയ്മാനം, ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. സോ ഇപ്പം ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നമുക്ക് യൂഷ്വലി പ്രായമുള്ള ആൾക്കാർക്കാണ് വരുന്നത്. നമുക്ക് ജോയിൻറ്റിനുള്ള ചുറ്റുമുള്ള കാർട്ടിലേജിൽ അത് ഏജ് റിലേറ്റഡ് ചേഞ്ച് വരുമ്പോഴാണ് നമ്മളത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ചിലപ്പം ഏജ് റിലേറ്റഡ് അല്ലായിരിക്കും. ഈ കുറേ അത്ലറ്റിക് ഉള്ള ആൾക്കാർക്കും ഈ വെയർ ആൻഡ് ടയർ വന്നിട്ട് അത് ഡീജനറേറ്റീവ് ആർത്രൈറ്റിസ് ആയിട്ടാണ് പറയുന്നത്. സോ അതിനകത്ത് ജോയിൻറ്റിനകത്ത് വലിയ നീര് കാണത്തില്ല. പക്ഷെ നെക്സ്റ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് പറയുന്നത് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലാണ് നമുക്ക് സന്ധികളിൽ നീർക്കെട്ട് വരുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ജോയിൻറ്റിൽ ഒട്ടും മൂവ്മെൻറ്റ് ഇല്ലാതെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല വേദനയോടെ നീര് കാണും. പിന്നെ ആ ജോയിൻറ്റിൻ്റെ ചുറ്റും ഒരു ചോമ്പ് കാണും, തൊടുമ്പോൾ ഒരു ചൂട് കാണും. അതിനാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. സോ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിൽ നമ്മൾ കേൾക്കുന്ന പേര് റുമറ്റോയിഡ്, ആമവാദം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, SLE, അല്ലെങ്കിൽ നട്ടൽ ബാധിക്കുന്ന സ്പോണ്ടൈലോ ആർത്രൈറ്റിസ്. അതിൽ ഒത്തിരി അസുഖങ്ങൾ വരുന്നുണ്ട്. സോ വൺസ് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് അറിഞ്ഞാലേ നെക്സ്റ്റ് നമ്മൾ എന്താ ഫർദർ ചെയ്യേണ്ടത്, ടെസ്റ്റ് എന്താ ചെയ്യേണ്ടത്. സോ എല്ലാവരുടെ വിചാരം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വെച്ചിട്ട് വാദം എന്തുവാന്ന് കണ്ടുപിടിക്കാം, എന്നിട്ട് ആ വാദത്തിൻ്റെ ഒരു ടൈപ്പ് അറിഞ്ഞിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം. സോ ഒരു ബ്ലഡ് ടെസ്റ്റിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു അസുഖമല്ല എന്ത് ടൈപ്പ് ഓഫ് വാദം ആയാലും. സോ ഒരു പേഷ്യൻറ്റ് ജോയിൻറ്റ് പെയിൻസ് ആയിട്ട് പറയുമ്പോൾ ലാബിൽ പോവും. അവർ കുറേ വാദത്തിൻ്റെ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്യും. കോമൺലി ചെയ്യുന്ന ASO ടൈറ്ററോ അല്ലെങ്കിൽ യൂറിക് ആസിഡോ റുമറ്റോയിഡ് ഫാക്ടർ. അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കണം, ഈ ASO വാദം റിലേറ്റഡ് ചെയ്യുന്ന ടെസ്റ്റ് അല്ല. ASO ടൈറ്റർ നമുക്ക് ചെറിയൊരു തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നാൽ ASO കൂടും. വിത്ത് ടൈം അതങ്ങ് കുറഞ്ഞു വരും. സോ അതൊരു ടെസ്റ്റ് അല്ല റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. പിന്നെ നെക്സ്റ്റ് യൂറിക് ആസിഡും നമുക്കൊരു വാദത്തിൻ്റെ ടെസ്റ്റ് അല്ല. അത് സ്പെസിഫിക് ഒരു അസുഖം ഗൗട്ടിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ചില ആൾക്കാർക്ക് യൂറിക് ആസിഡ് കൂടി നിൽക്കാം, ഡസൻറ്റ് മീൻ അവർക്ക് ഗൗട്ടുണ്ട്. പിന്നെ റുമറ്റോയിഡ് ഫാക്ടർ എടുത്താലും നമുക്ക് അതിൻ്റെതായ സിംറ്റംസ് അല്ലാതെ ഒരു ടെസ്റ്റ് ചെയ്താൽ, റുമറ്റോയിഡ് ഫാക്ടർ ചെയ്താൽ ഡസൻറ്റ് മീൻ ഒരു റുമറ്റോയിഡ് ആർത്രൈറ്റിസ് നമുക്ക് ഡയഗ്നോസ് ചെയ്യണം. സോ വെനെവർ നമുക്കൊരു അസുഖം വന്നാൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയി അവരത് ഫുൾ ഹിസ്റ്ററി എടുക്കും. എന്ത് അസുഖമുണ്ട്, എവിടെയൊക്കെ ഉണ്ട്, ഏതൊക്കെ ജോയിൻറ്റിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ നോക്കിയിട്ട് ഈ ജോയിൻറ്റിൽ നീരുണ്ടോ, അതിന് ആക്ച്വലി ആർത്രൈറ്റിസ് വാദം ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ഫർദർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് ഒരു ഡയഗ്നോസിസ് ഓഫ് ഇൻഫ്ലമേറ്ററി ഓർ റുമറ്റോളജിക്കൽ അസുഖം ഡയഗ്നോസ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് പേഷ്യൻസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ കാരണമാണോ എനിക്ക് ഈ അസുഖം, ഈ വാദം വന്നേക്കുന്നത്, എൻ്റെ ഡയറ്റോ ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. സോ വൺ തിങ്, നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ കാരണം വാദം ഓർ എന്ത് ടൈപ്പ് ഓഫ് റുമറ്റോളജിക്കൽ അസുഖങ്ങൾ വരത്തില്ല. ഓക്കെ. സോ യൂഷ്വലി വരുന്ന ജെനറ്റിക് കോസ് ആയിരിക്കും. ഇപ്പം ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു ടൈപ്പ് ഓഫ് വാദം ഉണ്ടെങ്കിൽ ഒരു 10% ഫാമിലിയിലുള്ള ആൾക്കാർക്ക് വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ബാക്കി 90% വരത്തില്ല. പിന്നെ നെക്സ്റ്റ്, ഈ ജെനറ്റിക് ഉണ്ടായതുകൊണ്ട് മാത്രം നമുക്ക് വാദം വരുമോ? അല്ല, നമുക്ക് ജെനറ്റിക് സസെപ്റ്റബിലിറ്റി ഉണ്ട്, ജെനറ്റിക് ഒരു ഫാക്ടർ ഫാമിലിയിലുണ്ട്. അത് കൂടാതെ നമുക്ക് എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ, നമ്മൾ ഒത്തിരി കാലം മുമ്പേ ഒരു ചിക്കൻ ഗുനിയ ഒരു എപ്പിഡമിക് പോലെ വന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർക്ക് ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസോ വേറെ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ നമുക്കൊരു ജെനറ്റിക് സസെപ്റ്റബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ മുകളിൽ വേറെ എന്തെങ്കിലും എൻവയറമെൻറ്റൽ ഫാക്ടർ ലൈക്ക് കോവിഡ് ഇൻഫെക്ഷൻ ഓർ ചിക്കൻ ഗുനിയ ഓർ വേറെ എന്തെങ്കിലും ഡ്രഗ്സ്, അത് കാരണം നമുക്ക് വാദം പുറത്തോട്ട് വരും. സോ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസം കൊണ്ടുവരണം. ബിക്കോസ് സം അസുഖങ്ങൾ ലൈക്ക് ഗൗട്ട്, യൂറിക് ആസിഡ് കൂടുന്ന അസുഖത്തിൽ നമുക്ക് ഹൈ പ്യൂറിൻ ഡയറ്റ് എടുക്കുന്ന ഫുഡ് എടുത്താൽ ഗൗട്ട് എന്തായാലും കൂടി വരും. ഈ ഹൈ പ്യൂറിൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീ ഫുഡ്,
നമ്മൾ ഫിഷ് ആയാലും എന്ത് ടൈപ്പ് ഓഫ് സീ ഫുഡ് ആയാലും, ചെറിയ മീനോ വലിയ മീനോ അല്ലെങ്കിൽ റെഡ് മീറ്റ്, എന്ത് കൈൻഡ് ഓഫ് മീറ്റ്, പിന്നെ ആൽക്കഹോൾ, പിന്നെ ഈ കുറേ സ്വീറ്റൻഡ് സാധനം കോക്കക്കോല അങ്ങനത്തെ ഒക്കെ കുടിക്കുമ്പോൾ നമുക്ക് പ്യൂറിൻ ബോഡിയിൽ കൂടും. പ്യൂറിൻ കൂടുമ്പോൾ യൂറിക് ആസിഡ് കൂടും. യൂറിക് ആസിഡ് കൂടുമ്പോൾ ഗൗട്ട് വരും. സോ ദിസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ടുവന്നാൽ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് സ്മോക്കിംഗ് ചെയ്താൽ അവർക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോകാൻ സാധ്യതയും കൂടുക. സോ ഇത് കുറച്ച് അസുഖങ്ങൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ വെച്ച് മോഡിഫൈ ചെയ്യാം. പക്ഷേ മേജർ അസുഖങ്ങൾ നമുക്ക് മെഡിക്കേഷൻ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. സോ നെക്സ്റ്റ് അനദർ ഡൗട്ട്, ഇപ്പം പേഷ്യൻസ് ഒരു റുമറ്റോളജിസ്റ്റ് അടുത്ത് വരാൻ, മോഡേൺ മെഡിസിനിലോട്ട് പോകാൻ. കാരണം ഈ വൺസ് നമുക്ക് വാദം ഡയഗ്നോസ് ചെയ്താൽ നമുക്ക് ലൈഫ് ലോങ് മെഡിസിൻ എടുക്കേണ്ടി വരുമല്ലോ. പിന്നെ മെഡിസിൻ തന്നാലും അവർ സ്റ്റിറോയിഡ്സോ അല്ലെങ്കിൽ വേദനയുടെ ഗുളിക മാത്രമേ തരുത്തുള്ളൂ. പിന്നെ മെഡിസിൻ ഫോർ എക്സാമ്പിൾ കഴിച്ചാലും എനിക്ക് വേറെ എന്തെങ്കിലും ലൈക്ക് ഷുഗർ വരാം, BP വരാം. സോ അതുകൊണ്ട് അവർ പ്രിഫർ ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് മെഡിസിനിലോട്ട് പോകാൻ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ട്രീറ്റ്മെൻറ്റ് നേരത്തെ എത്ര പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു അത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കത് സ്ലോലി വിത്തിൻ 2-3 ഇയേഴ്സ് മെഡിസിൻ കുറച്ചിട്ട് മിനിമംലോട്ട് കൊണ്ടുവരാം. വാദം ഓർ മോസ്റ്റ് ഓഫ് ദ ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസ് നമുക്ക് മെഡിസിൻ വെച്ച് കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ക്യൂറബിൾ. പക്ഷേ മെഡിക്കൽ സയൻസ് നല്ല രീതിയിൽ പ്രോഗ്രസ് ചെയ്തിട്ട് ഒത്തിരി മെഡിസിൻസ് പുതിയതായിട്ട് വന്നു. ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആയാലും അത് ആ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നമുക്ക് സ്റ്റിറോയിഡ്സ് മിനിമം എടുത്തിട്ട് മിനിമം മെഡിസിൻസിൽ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോവാം. സോ സ്റ്റിറോയിഡ്സ് ആർ ഗിവൺ. നമ്മൾ ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എപ്പോഴും സ്റ്റിറോയിഡ്സാണ്, ലോ ഡോസ് സ്റ്റിറോയിഡ്സാണ്. പക്ഷേ അതൊരു ബ്രിഡ്ജിങ് തെറപ്പിയാണ്. ഒരു 2-3 മാസം കൊടുത്തിട്ട് ബാക്കിയെല്ലാം മെഡിസിൻസ്, ഈ വാദമുള്ള ആൾക്കാർ കേട്ട് കാണും ഈ പേരൊക്കെ, മെത്തോട്രെക്സേറ്റ്, ഹൈഡ്രോക്സിക്ലോറോക്വിൻ, സൾഫസൈഡ്, അങ്ങനത്തെ കുറേ മെഡിസിൻസ്. അതിന് ഇഫക്റ്റ് പിടിച്ച് വരുന്ന സമയം വരെ നമ്മൾ സ്റ്റിറോയിഡ്സ് കൊടുക്കും. വൺസ് അത് ഇഫക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിറോയിഡ്സ് നിർത്തിയിട്ട് ബാക്കി മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യും. സോ ഈ സൈഡ് ഇഫക്ട്സിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ റെഗുലർലി പേഷ്യൻറ്റ് ഫോളോ അപ്പിന് വരും. 1 month, 2 months അല്ലെങ്കിൽ 6 months, വാട്ട് എവർ ഡോക്ടർ പറയുന്ന അനുസരിച്ച് നമ്മൾ വന്ന് കണ്ട് അതിൻ്റെയായി ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമുക്കൊരു നോർമൽ മനുഷ്യൻ ജീവിക്കുന്ന പോലെ നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് മാറാം.